ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ അതായത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ, ഒരു ഹോം വ്ലോഗാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ രാവിലെ, അതായത് സാറ്റർഡേ മോർണിംഗ് രാവിലെ ഞാൻ ഏറ്റവും ആദ്യം ഒരു ഗ്ലാസ് ചൂട് ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചൂട് ചായ എന്ന് പറയുന്നത് സെപ്പറേറ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ചൂട് ചായ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെന്ത് ചെയ്തു, നമ്മൾ നൈസ് പത്തിരിയാണ് ഓർഡർ ചെയ്തിരുന്നത്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പത്തിരിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് ഉച്ചയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് കുറച്ച് പൊറോട്ട വാങ്ങിച്ചു. തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് പൊറോട്ട ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ പത്തിരിയും ചിക്കനും കഴിക്കാനിരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ വെള്ളയപ്പവും ദോശയുടെ മാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒന്നും കഴിക്കാനായിട്ടൊരു മൂഡ് വന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പൊറോട്ടയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വെച്ചതല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോക്കനട്ട് റൈസ് ഉണ്ടല്ലോ, തേങ്ങാച്ചോറ്. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് ചിക്കൻ കറി, വളരെ കുറച്ച് ചിക്കൻ കറി, അത് ഇന്ന് സാറ്റർഡേയും കൂടെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് മുട്ടക്കറിയും. അപ്പോൾ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ആണ് ഇത് രണ്ടും, ചിക്കൻ കറിയും മുട്ടക്കറിയും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ചൂട് ചായയും നല്ല അടിച്ച പൊറോട്ട, നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി നമ്മുടെ അടിച്ച പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കഴിച്ച കാര്യങ്ങൾ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ചുണ്ട്, സ്നാക്കുണ്ട്, ഡിന്നറുണ്ട്, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ ഇടയ്ക്കൊക്കെ കുട്ടി എൻ്റെ കുറിക്കലും കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വെറുതെ കുറച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്, സ്നാക്കും അതും ഇതുമൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കംപ്ലീറ്റ് ഡേ ഇൻ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എങ്ങനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫോൺ താഴെ വെക്കേണ്ടി വരത്തില്ല, ക്യാമറ ഓഫ് ആക്കേണ്ടിയും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോൺ കയ്യിലിരിക്കുന്ന ടൈമിൽ എന്താണോ ഉള്ളത് അത് ഞാനങ്ങ് വീഡിയോ എടുക്കും. അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സ് അല്ലാതെ രണ്ട് മൂന്ന് കുട്ടി സാധനങ്ങളും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തന്നെ എൻ്റെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പൊറോട്ട മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ. പൊറോട്ടയുടെ കൂടെയുള്ള സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ വാങ്ങിക്കാറില്ല, എപ്പോഴും പൊറോട്ടയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ലഞ്ചിനൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു നോർമൽ സോഡയും ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലിയൊക്കെ അരിഞ്ഞിട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ അതിന് ശേഷം കുടിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ, ഉടനെ അല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സോഡയും ഓറഞ്ച് ജ്യൂസും, ഉപ്പൊന്നും ഇട്ടില്ല, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ജ്യൂസ്, പിന്നെ അതിലേക്കൊരു പച്ചമുളക് ചെറുതായിട്ട് ചതച്ച് വിട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഞാനിതാ കുറച്ച് നട്ട്സും ഡേറ്റ്സും, ഇത് റോസ്റ്റഡ് നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സുമാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ സ്നാക്കായിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും ഡേറ്റ്സും എടുത്തതാണ്. അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ സാറാക്ക് ചോക്ലേറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാനൊരു ചോക്ലേറ്റ് എടുത്തു. ഇത് നമ്മുടെ സ്നിക്കേഴ്സിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ അതും നമ്മളെല്ലാവരും പൊട്ടിച്ച് ഒരു സ്നിക്കേഴ്സ് 4 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചു. പിന്നെ അതിനുശേഷം ലഞ്ച് എന്ന് പറയുന്നത് ഇത് എനിക്കും സാറാക്കും വേണ്ടി എടുത്തിട്ടുള്ള ലഞ്ചാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഈ ലഞ്ച് കഴിച്ചത്. ഇതെൻ്റെ കഴിഞ്ഞ ദിവസത്തെ തേങ്ങാച്ചോറ്, കോക്കനട്ട് റൈസാണ്. അപ്പോൾ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. ഇന്ന് ലഞ്ചായിട്ട് ഒന്നുമേ പ്രിപ്പയർ ചെയ്തില്ല. എനിക്ക് കുറച്ച് ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു, പീസൊന്നുമില്ല, കുറച്ച് ചിക്കൻ ഗ്രേവി, പിന്നെ നമ്മുടെ പരിപ്പ് കറി, പപ്പടം, അങ്ങനെയുള്ള ലെഫ്റ്റ് ഓവർ ഐറ്റംസ് മാത്രം വെച്ചിട്ട്. പിന്നെ ഇക്കാക്ക് ലഞ്ച് വേണ്ടാന്നും പറഞ്ഞു, കാരണം ഓറഞ്ച് ജ്യൂസ് കുടിച്ചല്ലോ. ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ സാറാക്ക് കൊടുക്കണമല്ലോ, അപ്പോൾ സാറാക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും സാറയും കൂടെ കഴിച്ച ലഞ്ച്, എൻ്റെ ഇന്നത്തെ മെയിൻ കോഴ്സിലെ സെക്കൻഡ് മീൽ എന്ന് പറയുന്നത് ഇതാണ്. തേങ്ങാച്ചോറും
കറി. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേനും എന്താണ് പരിപ്പ് കറി ചിക്കൻ കറി എല്ലാം ഞാൻ ഇന്ന് എടുത്ത് കഴിച്ച് തീർത്തു. ഇനി വെച്ചേക്കുന്നില്ല. അതിനുശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഗ്രേപ്സ് കഴുകിയെടുത്തു, അത് കഴിക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഡേറ്റ്സും നട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ്സ് എത്രയാണോ അത്രയും എണ്ണം തന്നെ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഈവനിങ് ടീക്ക് സ്നാക്കായിട്ട് പൊരിക്കുന്നത് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് എൻ്റെ ഈവനിങ് സ്നാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ ഞാൻ കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് ചായ വെക്കുന്നതാണ്. ഞാനിപ്പം ലഞ്ചൊക്കെ കഴിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് ചായ വേണ്ട. ഞാൻ ഇതിൽ നിന്ന് 2 ഡേറ്റ്സ് നട്ട്സ് ഫ്രൈ ആണ് കഴിച്ചത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ക്രഞ്ചി ആയിട്ട്, പുറമേ നല്ല ക്രഞ്ചിയും അകത്ത് ഭയങ്കര സോഫ്റ്റും. എന്ന് വെച്ചാൽ എണ്ണയിലൊക്കെ കിടന്ന് വേകുമ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകും. പിന്നെ ഉള്ളിൽ ആ നട്ട്സ് പിന്നെ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, നല്ല ചൂടായിട്ട് കഴിക്കണം. ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ നട്ട്സിൻ്റെ കുരു എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് വെച്ചതിന് ശേഷം ബാറ്ററിൽ മുക്കി പൊരിക്കുക. ട്രൈ ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്നാക്ക് ഷുവറായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നട്ട്സ് ഉള്ളിൽ പൊയ്ക്കോളും, അതുപോലെ തന്നെ ഡേറ്റ്സ് കഴിച്ചോളും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത്. സാധാരണ നമ്മൾ ഡേറ്റ്സോ നട്ട്സോ സെപ്പറേറ്റ് കഴിക്കുന്ന പോലെയല്ല. ആ പുറത്ത് ആ ഒരു ബാറ്ററൊക്കെ ഉണ്ടല്ലോ. ഇപ്പം മൈദ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിൽ പൊരിക്കാം. ഗോതമ്പ് പൊടിയിൽ ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് പഴംപൊരി പോലെ ബാറ്ററാക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഡേറ്റ്സും നട്ട്സും വെച്ചിട്ട് പൊരിച്ചു വരിക. ഗോതമ്പ് പൊടിയിലോ മൈദയിലോ അതൊക്കെ നമ്മുടെ ഇഷ്ടം, കടലമാവിലോ എങ്ങനെ വേണമെങ്കിൽ പൊരിക്കാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഏതും ബാറ്ററാണോ ആക്കേണ്ടത് അത് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, അതിനുശേഷം നമ്മൾ പിന്നെ ഡിന്നറിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ ആയിരുന്നല്ലോ. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറായിട്ട് എടുത്തിട്ടുണ്ട്. ഡിന്നറിന് നമ്മൾ അൽബേക്ക് ഒരു സൗദി പ്രൊഡക്റ്റാണ്, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സൗദി പ്രൊഡക്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബർഗറും അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സുമാണ്. അപ്പോൾ ബർഗർ എന്ന് പറയുമ്പോഴത്തേനും ഡബിൾ പാറ്റി ചിക്കൻ ബർഗറാണ്, ചീസൊക്കെ ഓവർലോഡഡ് ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ബർഗർ. പിന്നെ നഗറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും അവിടുത്തെ നഗറ്റ്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ സ്പൈസ് ഉണ്ട്, അതായത് മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ്, അതുപോലെ തന്നെ രുചി ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട്. നമ്മുടെ KFC കഴിക്കുന്ന പോലെയോ ചിക്കൻ കഴിക്കുന്ന പോലെയൊന്നും അല്ല ഇവിടുത്തെ ബ്രോസ്റ്റും നഗറ്റ്സും ഒക്കെ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് സ്പൈസസ് അല്ലെങ്കിൽ മസാല എന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള രീതിയിലൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത്ര ഉള്ളിലൊന്നും അത്ര ഏറ്റവും ചിക്കൻ്റെയൊക്കെ ഓവർ, അതായത് നഗറ്റ്സിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തെ ഉള്ളിലെ ഇന്നർ ലെയർ വരെ ആ സ്പൈസസ് ആ ഒരു സ്പൈസസ് ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചീസ് കണ്ടോ, ഡബിൾ പാറ്റി ചീസി ചിക്കൻ ബർഗറാണ്. അപ്പോൾ ഡബിൾ ചീസി ബർഗറാണ്, ഡബിൾ പാറ്റിയാണ്. അതുപോലെ തന്നെ ചീസും ഡബിൾ ലെയറുണ്ട്. അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. പിന്നെ ചിക്കൻ നഗറ്റ്സിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് മറ്റേത് അവരുടെ ഒരു ഷവർമ റാപ്പാണ്. അപ്പം അതും വളരെ നമ്മുടെ അറബിക് ഷവർമ മോഡലിൽ ഇവരുടെ നഗറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ചിക്കൻ്റെ പീസുകളും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു അടിപൊളി ഒരു റാപ്പ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ചിക്കൻ നഗറ്റ്സും അതുപോലെ തന്നെ ഇവരുടെ ബർഗറുമാണ്. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് ടേബിളിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നറ്, സ്നാക്ക്, അങ്ങനെയുള്ള പിന്നെ ഞാൻ ഇടയ്ക്ക് കുടിക്കുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾ, കഴിക്കുന്ന കാര്യങ്ങൾ ഒക്കെയാണ്. അപ്പം എൻ്റെ സാറ്റർഡേയിലെ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ അതാണ് ഈ വീഡിയോയിൽ
കണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനിടുന്ന എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്